ഉത്സവകാലമായാലും ചിങ്ങമാസത്തിലെ തിരുവോണം കഴിഞ്ഞുള്ള 28ാം ഓണാഘോഷമായാലും ഓണാട്ടുകരക്കാർക്ക് ഒഴിച്ചുകൂടാനാകാത്തതാണ് കെട്ടുകാളകൾ. ഐക്യത്തോടെയും മതസൗഹാർദ്ദത്തോടെയുമാണ് കെട്ടുത്സവം കൊണ്ടാടുന്നത്. നാട്ടിടവഴികളിലൂടെ വിസ്മയത്തിൻ്റെ തലപ്പൊക്കവുമായി അമ്പരച്ചുംബികൾ പോലെ കെട്ടുകാളകൾ. കൊട്ടും വാദ്യമേളങ്ങളും ക്ഷേത്രച്ചടങ്ങുകളും കരിമരുന്നും കരിവീരന്മാരും കൂടെ കെട്ടുകാളകളും. ഈ ഉത്സവകാലം അതിൻ്റെ പരകോടിയിലാണ്. ഓണാട്ടുകരക്കാരുടെ തനതായ ആചരണങ്ങളിലും ആഘോഷങ്ങളിലും ഒഴിച്ചുകൂടാനാകാത്തതാണ് കെട്ടുകാളകൾ. എല്ലായിടത്തും തിരുവോണവും ഓണാഘോഷവും തീർന്നു എന്ന് കരുതിയയിടത്തു നിന്നുമാണ് ഇതിൻ്റെ തുടക്കം. ഓണാട്ടുകരക്കാരുടെ ഓണാഘോഷം അവസാനിക്കണമെങ്കിൽ ചിങ്ങ തിരുവോണവും കഴിഞ്ഞ് 28 ദിനരാത്രങ്ങൾ കൂടി കടന്നു പോകണം. അതായത് കന്നിയിലെ തിരുവോണം വരെ ഓണാഘോഷം തുടരും. 3 പ്രധാന ആഘോഷങ്ങളാണ് 3 മേഖലകളിലായി 28ാം ഓണാഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്നത്. 28ാം ഓണത്തിനാണ് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിൽ കാളകെട്ട് നടക്കുന്നത്. കാർഷിക മേഖലയായ ഓണാട്ടുകരയിലെ കർഷകർ ഓണം ആഘോഷിക്കുമ്പോൾ അവരെ വിളനിലത്തിൽ സഹായിച്ച കന്നുകാലികൾക്കായി കർഷകർ ആഘോഷിക്കുന്നതാണ് 28ാം ഓണം. അതേ 28ാം ഓണനാളിലാണ് കല്ലട ജലോത്സവ ആരവം ഉയർത്തുന്നത്. ഉത്സവങ്ങൾക്ക് തുടക്കം കുറിച്ചുള്ള ഉരുൾ മഹോത്സവവും ഇതേ 28ാം നാളിൽ തന്നെ. ഓണാട്ടുകരയിലെ 52 കരകൾ ഒന്നായി മാറുന്ന ആഘോഷം. നാട്ടിടവഴികളിലൂടെ വിസ്മയത്തിൻ്റെ തലപ്പൊക്കവുമായി പരബ്രഹ്മ സന്നിധിയിലേക്ക് കടന്നു വരുന്ന 200ഓളം കെട്ടുകാളകൾ. ഓച്ചിറ കാളകെട്ടുത്സവം അങ്ങനെ ലക്ഷങ്ങളുടെ കണ്ണിലും മനസ്സിലും നിറയും. കൈവെള്ളയിലും അരിമണിയിലും എഴുന്നള്ളിക്കുന്ന ചെറിയ കെട്ടുകൾ മുതൽ 72 അടി ഉയരമുള്ള കൂറ്റൻ കെട്ടുകാളകൾ വരെ എഴുന്നള്ളും. കാലഭൈരവൻ, ഓണാട്ടുകര കതിരവൻ, വജ്ര തേജോമുഖൻ, രൗദ്രബ്രഹ്മ ഋഷഭൻ, തിരുമുഖവേടൻ, അഘോര രുദ്രനേത്രൻ, പ്രയാർ വടക്കുകര ശിവപ്രിയൻ, കിണറുമുക്ക് കൊമ്പൻ, ബ്രഹ്മതേജോമുഖൻ, ചങ്ങൻകുളങ്ങരക്കര, ക്ലാപ്പന കതിരോൻ എന്നിങ്ങനെ കെട്ടുകാളകളുടെ പേരുകൾ തന്നെ പ്രസിദ്ധമാണ്. പഞ്ചലോഹം, സ്വർണം, വെള്ളി, ഉരുക്ക് എന്നിവയിൽ നിർമ്മിച്ച കെട്ടുകാള രൂപങ്ങളും കരക്കാർ അണിനിരത്തും. 24 വനിതാ സംഘങ്ങളും കെട്ടുകാളകളെ എഴുന്നള്ളിക്കും. കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകളാണ് ഓണാട്ടുകരയെന്നറിയപ്പെടുന്നത്. ഓണം ഊട്ടും കര എന്നാണ് പിന്നീട് ഓണാട്ടുകരയായി മാറിയത്. ഇവിടുത്തെ ഉത്സവങ്ങൾ ആരംഭിക്കുന്നതും സമാപിക്കുന്നതും പരബ്രഹ്മ സന്നിധിയിലാണ്. 28ാം ഓണത്തോടെ ഉത്സവങ്ങൾ ആരംഭിച്ച മിഥുനമാസത്തിലെ ഓച്ചിറക്കളിയോടെ സമാപിക്കും എന്നതാണ് വിശ്വാസം. ഓണാട്ടുകരക്കാർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട 3 ഓണങ്ങളാണുള്ളത്. കർക്കിടകത്തിലെ പിള്ളേരോണം, ചിങ്ങത്തിലെ വിളവെടുപ്പിന് ശേഷമുള്ള തിരുവോണം, കർഷകരെ കൃഷിയിൽ സഹായിച്ച ഉരുക്കളുടെ ഓണമായ കന്നിയിലെ 28ാം ഓണം. കാർഷിക പാരമ്പര്യത്തിൻ്റെ ആഘോഷമാണ് കാളകെട്ടുത്സവം. കൃഷിയിൽ കർഷകരെ സഹായിച്ച കാളകൾ അഥവാ ഉരുക്കൾ സംരക്ഷിക്കപ്പെടണം എന്ന സന്ദേശവും വിശ്വാസവും ഇഴചേർന്ന ഉത്സവമാണിത്. കൃഷിക്ക് നിലമൊരുക്കുമ്പോഴും കൃഷി ഇറക്കുമ്പോഴും വിളവെടുക്കുമ്പോഴും കർഷകർ പരബ്രഹ്മ സന്നിധിയിലെത്തി ഓച്ചിറ വല്യച്ഛൻ എന്ന പരബ്രഹ്മമൂർത്തിയോട് അനുവാദം വാങ്ങി കാണിക്ക സമർപ്പിക്കുമായിരുന്നു. കന്നിമാസത്തെ തിരുവോണ നാളിൽ കന്നുകാലികളെ കുളിപ്പിച്ച മാലയും കുങ്കുമവും ചന്ദനവും ചാർത്തി മധുരം നൽകി പുലർച്ചെ പരബ്രഹ്മ സന്നിധിയിൽ എഴുന്നള്ളിക്കും. വൈകിട്ട് ഋഷഭവീരൻ്റെ രൂപങ്ങളെ തടിയിലും വൈക്കോലിലും നിർമ്മിച്ച പട്ടുകൊണ്ടലങ്കരിച്ച ആർപ്പ് വിളികളോടെ തോളിലേറ്റി എഴുന്നള്ളിച്ചിരുന്നു. ഈ ചടങ്ങാണ് ഇപ്പോൾ കാളകെട്ടുത്സവമായി പരിണമിച്ചത്. ഇന്നും ഐക്യത്തോടെ മതസൗഹാർദ്ദത്തോടെയുമാണ് കെട്ടുത്സവം നടക്കുന്നത്. ഓരോ കരയിലെയും കെട്ടുകാളകളെ നിർമ്മിക്കുന്ന സ്ഥലമായ കാളമൂട്ടിൽ നിർമ്മാണം തുടങ്ങുന്ന ദിവസം മുതൽ അന്നദാനം ആരംഭിക്കും. അന്നം ബ്രഹ്മമെന്ന സങ്കല്പത്തിൽ ഓണാട്ടുകരയിൽ കൃഷി ചെയ്യുന്ന വിളകൾ ഉപയോഗിച്ച കഞ്ഞിയും മുതിര, കറി, അച്ചാർ, പപ്പടം എന്നിവയൊരുക്കും. വൈകിട്ട് പുഴുക്ക് വിതരണവും പായസ വിതരണവും നടത്തും.
ഉത്രാട ദിവസം മിക്ക കാളമൂട്ടിലും ഉത്രാട സദ്യയും നടത്തും. ചില കരക്കാർ കാളമൂട്ടിൽ ശിവപുരാണ യജ്ഞം നടത്തും. എല്ലാ കരയിലും വിവിധ കലാപരിപാടികളും സമ്മേളനങ്ങളും പ്രഭാഷണങ്ങളും നടത്തും.